സാറേ, ഈ യുദ്ധം ഇങ്ങനെ മുറുകുമ്പോൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ, സാമാന്യമായി യുദ്ധത്തെ നിരീക്ഷിക്കുന്ന എല്ലാവരുടെ ഉള്ളിലൊരു ചോദ്യമുണ്ട്. ഈ ഇറാൻ ഇങ്ങനെ എല്ലാ അറബ് രാജ്യങ്ങളെയും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും ആക്രമിക്കുമ്പോൾ, അമേരിക്കൻ താവളങ്ങൾ എന്ന പേര് പറഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും ആ രാജ്യത്തെ സമാധാനം കെടുത്തുമ്പോൾ, അവിടുത്തെ വിമാനങ്ങളും കപ്പലുകളും ഒക്കെ നിർത്തലാക്കുമ്പോൾ, ഇറാനെ എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്കൊന്ന് സംഘടിതമായി തിരിച്ചടിച്ചാൽ അവസാനിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ ഇറാൻ, എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങൾ അത് ചെയ്യാത്തത്? അത് എല്ലാവരുടെ ഉള്ളിലുള്ള ചോദ്യമാണ്. നമ്മുടെ പ്രേക്ഷകർ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഒരു രഹസ്യം പറയാം. വാഷിങ്ടൺ പോസ്റ്റ് ഫെബ്രുവരി 28 റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് ഖമനേയിയെ ഉന്മൂലനം ചെയ്ത ദിവസം, ആ ഉന്മൂലനം ചെയ്യുന്നതിന് മുമ്പ് നെതന്യാഹു മാത്രമല്ല, സൗദിയുടെ ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ MBS കൂടി ട്രംപിനോട് ഇപ്പോൾ ഇറാനെ ആക്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് MBS കൂടി ആവശ്യപ്രകാരമാണ് ഖമനേയിയെ ഉന്മൂലനം ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ വായിച്ചിരുന്നു, ഖമനേയുടെ സഹോദരൻ, അനുജനാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രി KBS ഇടയ്ക്ക് വാഷിങ്ടൺ സന്ദർശിച്ചപ്പോൾ പെൻറ്റഗണിൽ പോയിട്ട് ഇറാനെ ആക്രമിക്കാനുള്ള സുവർണാവസരമാണിത്, അത് പാഴാക്കരുത് എന്നാവശ്യപ്പെട്ടിരുന്നു എന്നന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനൊക്കെ വളരെ മുമ്പാണ് ഞങ്ങൾ താവളം തരില്ല എന്നൊക്കെ സൗദി പറഞ്ഞു. ആ പറഞ്ഞതാണ് പലരും ശ്രദ്ധിച്ചിട്ട് അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ധാരാളം വെള്ളം ഒലിച്ചു പോയെന്നേ. ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സൗദിയുടെ ഏറ്റവും വലിയ ശത്രുവല്ലേ തീർച്ചയായിട്ടും. ഇറാൻ അവിടെ നിലനിൽക്കണം എന്ന് സൗദിക്ക് ഒരു താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട്, ഇപ്പോൾ ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, UAE, സൗദി എല്ലാത്തിനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 12 രാജ്യങ്ങളെ. 3 ദശകമായി ഒരു സ്ഥിരത മിഡിൽ ഈസ്റ്റിൽ ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, സ്റ്റേബിളാണ്. പക്ഷെ അതിന് ചെറിയൊരു മാറ്റം ഈ ആക്രമണങ്ങൾ കൊണ്ട് ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ ഞങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ദുബായിലെ അബുദാബിയിലെ ഹോട്ടലുകൾ, 5 നക്ഷത്ര ഹോട്ടലുകളൊക്കെ ആക്രമിച്ചതോ? ഈ അമേരിക്കൻ സൈനികർ അവിടെ പോയി മസാല ദോശ തിന്നുന്നുണ്ട്. ന്യായമായ ചോദ്യമാണത്. അപ്പോൾ പൗരന്മാരും ഒക്കെ അതിൻ്റെ അകത്ത്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ സഹിക്കുന്നു? ഇതാണല്ലോ ചോദ്യം. അപ്പോൾ അതിനാണ് ഒരു കാരണം പറയുന്നത് മുസ്ലിം ഉമ്മ, മുസ്ലിം സമൂഹം, ആഗോള സമൂഹം. അതിൻ്റെ ഭാവി നമ്മളിങ്ങനെ പരസ്പരം ആക്രമിച്ച് നശിക്കരുത് എന്നുള്ളത്. ഒരു മുസ്ലിം രാഷ്ട്രത്തിനെതിരെ മുസ്ലിം രാഷ്ട്ര മുന്നണി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, സോവിയറ്റ് യൂണിയൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെ തന്നെ ആക്രമിച്ചിട്ടില്ലേ? പിന്നെ ചെക്കോസ്ലോവാക്യ, ഹംഗറി തുടങ്ങി. അന്ന് പല CH മേനോൻ രാജിവെച്ച് കൊടുങ്ങല്ലൂരിൽ വീട്ടിൽ വന്നിരുന്നില്ലേ? പിന്നെ അപ്പോൾ അങ്ങനെയല്ലല്ലോ ഈ കാര്യം. മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിൻ്റെ കൂടെ നിലകൊള്ളുകയാണോ എന്നുള്ളൊരു സംശയവും വരും. ഈ അറബ് രാജ്യങ്ങൾ ഇറാനെതിരെ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ കൂടെയാണല്ലോ. ഇസ്രയേലല്ലേ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെ ഇവരും ആക്രമിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുന്നു എന്നല്ലേ വരുന്നുള്ളത്. ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിൻ്റെ കൂടെ മുസ്ലിം രാഷ്ട്രത്തിനെതിരെ അങ്ങനെ ഒരു ധർമ്മസങ്കടം ഉണ്ട്. ആ ധർമ്മസങ്കടം ഇറാൻ തന്നെ മാറ്റിക്കോളുന്ന് തോന്നുന്നു. ഈ ആക്രമണം ഈ തോതിൽ തുടർന്നാൽ. ഒമാനിലും ആക്രമണം നടത്തിയല്ലോ, അമേരിക്കൻ കേന്ദ്രത്തിലാണെങ്കിലും. അത് അതെന്താന്ന് വെച്ചാൽ അബ്ബാസ് അറാക്ചി വിദേശകാര്യ മന്ത്രി അൽ ജസീറയായിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അല്ല ഇത് ചെയ്തത്, ഇപ്പോൾ സ്വതന്ത്രമാണ് പട്ടാളം IRGC.
അവർ ചെയ്യുന്നതാണ്. അവിടെ അമേരിക്കൻ താവളമുണ്ട്, അതിൻ്റെ നേരെ ആക്രമിച്ചതാണ്. ബാക്കി താവളങ്ങൾ, അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുമ്പോൾ ഒമാനിലും ആക്രമിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അവിടെ ആരാംകോയെ ആക്രമിക്കുന്നു ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് MBS ഇപ്പോൾ സൗദി സേനയോട് പറഞ്ഞിട്ടുണ്ട്, ഇത് തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറാനെ ആക്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദിയും തമ്മിലൊരു കരാറുണ്ട്. നമ്മളെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ മറ്റേ രാജ്യത്തെ ആക്രമിക്കാതായിട്ട് കരുതണം. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ പോയി സൗദിയെ സഹായിക്കണം. അവസ്ഥയാണ് ഇപ്പോൾ. ശരിയാണ്. പാകിസ്ഥാൻ പോയി സൗദിയെ സഹായിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനിൽ പിന്നെയും പാകിസ്ഥാൻ തകരാനുള്ള ഒരു പ്രശ്നം കൂടി ആവുന്നത്. പാകിസ്ഥാൻ അല്ലാതെ സൗദിക്ക് വലിയ സേനയൊന്നുമില്ലല്ലോ. പാകിസ്ഥാൻ പോകണം. പാകിസ്ഥാൻ്റെ കയ്യിൽ അണുബോംബുണ്ട്. പാകിസ്ഥാൻ മുനീറോ മറ്റോ പ്രഖ്യാപിക്കണം, ഞങ്ങൾ കൊണ്ടുപോയി ടെഹ്റാനിൽ അണുബോംബിടും, മറ്റോ പേടിപ്പിക്കണം. അത് സൗദി പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഇറാഖ്, ലെബനൻ, പാകിസ്ഥാൻ ഇവിടെയൊക്കെ ഷിയാകളുണ്ടല്ലോ. അവിടെ മുഴുവൻ ആഭ്യന്തര കലാപം ഉണ്ടാവും. അങ്ങനെ ഒരു ആക്രമണമൊക്കെ നടക്കുമ്പോൾ ഷിയാകളുടെ കലാപം ഉണ്ടാവും. അപ്പോൾ വളരെ പണ്ട് ഈ മുസ്ലിം ഉമ്മ പറഞ്ഞല്ലോ, ഖൊമൈനി മരിച്ചപ്പോൾ ശത്രുവായിട്ടും സദ്ദാം അനുശോചിച്ചിരുന്നു അന്ന്. അപ്പോൾ 8 വർഷം അവർ തമ്മിൽ യുദ്ധമായിരുന്നു, എന്നിട്ടും അനുശോചിച്ചു. അതുപോലെ സിറിയ 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു അന്ന്. ലെബനൻ ഇപ്പോൾ ലെബനൻ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അപ്പോൾ 1979 വിപ്ലവത്തിനെയും അനുകൂലിച്ചു ഈ ശത്രു രാജ്യങ്ങളൊക്കെ. അപ്പോൾ ഗാസ പ്രശ്നത്തിലും കൂടെ നിന്നല്ലോ. അപ്പോൾ എബ്രഹാം ഉടമ്പടിയിൽ UAEയും ബഹ്റൈനും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇസ്രയേലുമായിട്ടുള്ള സഖ്യമാണ്. സൗദി അതിൽ ഒപ്പുവെക്കാൻ പോയപ്പോഴാണ് ഹമാസ് കയറി അടിച്ചത്. അപ്പോൾ സൗദി ആ വാരാന്ത്യത്തിൽ ഒപ്പിടുമായിരുന്നു അബ്രഹാം ഉടമ്പടിയിൽ. അപ്പോഴാണ് ഒക്ടോബർ 7-ാം തീയതി ആക്രമിച്ചിട്ട് സൗദി ആ ഒപ്പിടാതെ പോയത്. അപ്പോൾ ഈ അൽ ദഫ്ര താവളമുണ്ട് അബുദാബിക്ക് തെക്ക്. ഈ അൽ ദഫ്ര താവളം അമേരിക്കയുടെ, അവിടെ ആക്രമണം നടത്തി UAEക്കെതിരെ 165 മിസൈലുകൾ അയച്ചു ഇറാൻ. അതിഭീകരമായ ആക്രമണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ മറ്റേ അമേരിക്കൻ സ്വത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് ആക്രമണമുണ്ട്. പക്ഷേ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ 4-5 ആക്രമണ വിധേയമായില്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇറ്റ് ഈസ് ഓൺലി എ ക്വസ്റ്റ്യൻ ഓഫ് ടൈം എന്ന് തോന്നുന്നു. മാഷിന് എന്ത് തോന്നുന്നു? അല്ല, എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോൾ ഒരു കാര്യം നേരത്തെ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇറാനോടുള്ള അറബ് രാജ്യങ്ങളുടെ നിലപാടിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് സാറ് പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണല്ലോ. അലി ഖാംനയിയെ കൊന്നത് സൗദി അറേബ്യയുടെയും നെതന്യാഹുവിൻ്റെയും MBSൻ്റെയും നെതന്യാഹുവിൻ്റെയും കൂടി ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനോട് പോയിട്ട് അലി ഖാംനയിയെ തകർക്കാൻ, ഇറാനെ തകർക്കാനുള്ള നിർദ്ദേശം കൊടുത്തതിൽ MBS കൂടി ഉണ്ട് എന്നല്ല അർത്ഥം. അങ്ങനെയാണെങ്കിൽ അധിക കാലമൊന്നും ഇവർക്ക് കാത്തിരിക്കേണ്ടി വരില്ല. കാരണം അവർക്ക് ഇപ്പോൾ നേർക്ക് നേരെ സൗദി അറേബ്യക്ക് ഇറാനെ ആക്രമിക്കാൻ കാരണം വേണമല്ലോ. ഇപ്പോൾ കാരണങ്ങൾ കിട്ടി തുടങ്ങി. സൗദി അറേബ്യയുടെ സമാധാനം കെടുത്തുന്ന ആക്രമണങ്ങൾ വരുന്നു, UAEയിൽ വരുന്നു, ഒമാനിൽ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ, 6 രാജ്യങ്ങളെങ്ങാണ്ടാ GCCയിൽ അല്ലേ, ഈ 6 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുത്താൽ പിന്നെ ഇറാൻ വല്ലാതെ പൊങ്ങാനുള്ള സാധ്യത. ആ രാജ്യങ്ങൾ ഒപ്പേക്ക് രാജ്യങ്ങൾ ഏപ്രിലിൽ അടുത്ത മാസം മറ്റേ പെട്രോൾ ഉൽപാദനം കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സൂചനയാണ്, നല്ല സൂചനയാണല്ലോ അത്. അപ്പോൾ അവർ ഒപ്പേക്ക് രാജ്യങ്ങൾ പെട്രോൾ ഉൽപാദനം കൂട്ടുന്നത് പോലും ലോകത്തിന് പെട്രോൾ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കാൻ മാത്രമല്ലല്ലോ മാഷേ, യുദ്ധത്തിന് ഒരുപാട് പെട്രോൾ ആവശ്യമുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും. അത് അവർക്ക് എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമുണ്ട്, എണ്ണയ്ക്ക് കൂടുതൽ ആവശ്യമുണ്ട്. ഇപ്പോൾ നിലവിലില്ലാത്ത ചില ആവശ്യങ്ങളുണ്ട് എന്ന് കൂടിയാണല്ലോ അതിനർത്ഥം. തീർച്ചയായിട്ടും ഗൾഫ് നാടുകൾ
കുറെ കൂടി അപായകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും പോവുക. ഇതിൻ്റെ പശ്ചാത്തലം അതാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഇറാനെ നിലക്ക് നിർത്തണമെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യക്ഷമായ ഒരു ആക്രമണം അവിടെ വേണ്ടി വരും. ഗൾഫ് രാജ്യങ്ങൾ കൂട്ടായിട്ടൊരു ആക്രമണത്തിന് മുന്നിട്ടിറങ്ങിയാൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും യുദ്ധ സാഹചര്യത്തെ നേരിടേണ്ടി വരും. തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രവാസികളെ കൂടി ബാധിക്കാനും സാധ്യതയുണ്ടെങ്കിലും ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്ന് സാറ് പറഞ്ഞു തന്നെ ആവാനാണ് സാധ്യത. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.